അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് 8th ക്വസ്റ്റ്യൻ ആണ്. ഇതാണ് 8th ക്വസ്റ്റ്യൻ. റൂട്ട്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ആൽഫ ബീറ്റ റൂട്ട്സ്. അത് ആ ഇക്വേഷന്റെ റൂട്ട്സ് ആണ്. ആൽഫ ബീറ്റയേക്കാൾ ചെറുതാണ്. അങ്ങനെയാണെങ്കിൽ റൂട്ട് ഓഫ് ബീറ്റ ബൈ ആൽഫ പ്ലസ് റൂട്ട് ഓഫ് ആൽഫ ബീറ്റ. അതായത് ആൽഫയും ബീറ്റയും കണ്ടിട്ട് പിന്നെ ആ എക്സ്പ്രഷൻ അത് കൊടുത്തിട്ട് അതിന്റെ വാല്യൂ കാണുന്നു. അപ്പൊ ഇതാണ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ അല്ല ഇപ്പൊ അത്. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ പോലെയാണ് ചെയ്യേണ്ടത്. അപ്പൊ ഇതിനെ നമ്മൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആക്കി കൺവേർട്ട് ചെയ്യണം. സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്തിട്ട് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ പോലെ ആക്കണം. അപ്പൊ അതിന്റെ റൂട്ട് ആയിരിക്കും ആൽഫയും ബീറ്റയും. അപ്പോ ഈ ഇക്വേഷൻ നന്നായിട്ടൊന്ന് ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഒരു മോഡുലസ് ഉണ്ട്. മോഡുലസ് ഓഫ് റൂട്ട് ഓഫ് എക്സ് മൈനസ് 3 അല്ല റൂട്ട് എക്സ് മൈനസ് 3. ഓക്കെ, അതിന്റെ കൂടെ ഒരു -2 പ്ലസ് റൂട്ട് 3 മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് നോക്കുകയാണെങ്കിൽ ഈ എക്സ് മൈനസ് റൂട്ട് 6 എക്സ് മൈനസ് 6 റൂട്ട് 6 ആ എക്സ് മൈനസ് 6 റൂട്ട് 6 അതൊരു ബ്രാക്കറ്റിലാണ്. അത് കഴിഞ്ഞിട്ട് 9 - 2 റൂട്ട് 3 വേറൊരു ബ്രാക്കറ്റിലുണ്ട്. ഈ എക്സ് മൈനസ് 6 റൂട്ട് 6ന്റെ കൂടെ ഈ 9ഉം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ ഈ എക്സ് മൈനസ് 6 റൂട്ട് 6 പ്ലസ് 9 ആക്ച്വലി എന്താ? എക്സ് മൈനസ് 6 റൂട്ട് 6 പ്ലസ് 9 ആക്ച്വലി റൂട്ട് എക്സ് മൈനസ് 3 ഹോൾ സ്ക്വയർ ആണ്. അത് റൂട്ട് എക്സ് മൈനസ് 3 ഹോൾ സ്ക്വയർ ആണ്. റൂട്ട് എക്സ് മൈനസ് 3 ഹോൾ സ്ക്വയർ ആണെങ്കിൽ അത് മോഡുലസ് ഓഫ് റൂട്ട് എക്സ് മൈനസ് 3 ഹോൾ സ്ക്വയറും കൂടിയാണ്. അപ്പൊ നമ്മളെ ഈ ടേമിന്റെ സ്ക്വയർ ആണ് അപ്പുറത്തുള്ളത്. അപ്പൊ അതിനെ ഇങ്ങനെ എഴുതാം, മോഡുലസ് ഓഫ് റൂട്ട് എക്സ് മൈനസ് 3 ഹോൾ സ്ക്വയർ. പിന്നെ ബാക്കിയുള്ളത് ഒരു -2 റൂട്ട് 3. പിന്നെ ബാക്കിയുള്ളത് ഒരു -2 റൂട്ട് 3. അപ്പൊ ഇത് ബേസിക്കലി ഇതിലുള്ള ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആണ്. മോഡുലസ് ഓഫ് റൂട്ട് എക്സ് മൈനസ് 3 അതിലുള്ളൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. അതിന്റെ സ്ക്വയർ ഉണ്ട്, ഇവിടെ അതിന്റെ വേറൊരു ടേം ഉണ്ട്. ഇനി ഇതിനെ ഒന്നും കൂടെ റീഅറേഞ്ച് ചെയ്യാൻ പോവാണ്. ഇത് ആദ്യം എഴുതുന്നു, ആ സ്ക്വയർ ടേം ആദ്യം എഴുതുന്നു. അത് കഴിഞ്ഞിട്ട് ഇതിന്നൊരു നെഗറ്റീവ് പുറത്തെടുക്കുന്നു. -2 - റൂട്ട് 3 ആവും ഇൻറ്റു മോഡുലസ് ഓഫ് റൂട്ട് എക്സ് മൈനസ് 3 പിന്നെ ഒരു -2 റൂട്ട് 3 ഈക്വൽ ടു 0. ഇപ്പൊ ഇതൊരു പ്രോപ്പർ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആയി. ഏതിലുള്ള ക്വാഡ്രാറ്റിക് ഇക്വേഷൻ? ഇതിലുള്ള ക്വാഡ്രാറ്റിക് ഇക്വേഷൻ. അതിന്റെ സ്ക്വയർ അതതാ, പിന്നെ അതിന്റെ കൂടെ ഒരു കോഎഫിഷ്യന്റ്, പിന്നെ ഒരു കോൺസ്റ്റന്റ്. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ആയി. ഇനി ഈ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ശരിക്കും നോക്കുകയാണെന്നുണ്ടെങ്കിൽ ക്വാഡ്രാറ്റിക് ഇക്വേഷനിലെ ഇതിപ്പോ ഒരു ടി സ്ക്വയർ കൊടുത്താൽ ഇത് ടി ആണെങ്കിൽ ആ ടീന്റെ കൂടെ ഉള്ളത്, ഇവിടെ കോഎഫിഷ്യന്റ് 1 ആണെങ്കിൽ, ലീഡിംഗ് കോഎഫിഷ്യന്റ് 1 ആണെങ്കിൽ ഈ ടീന്റെ കൂടെ ഉള്ളത് നെഗറ്റീവ് ഓഫ് സം ഓഫ് റൂട്ട്സ് ആണ്. ഇത് പ്രൊഡക്റ്റ് ഓഫ് റൂട്ട്സ് ആണ്. ആ നെഗറ്റീവ് ഒഴിവാക്കി കഴിഞ്ഞാൽ ഇത് സം ഓഫ് റൂട്ട്സ് ആണ്. 2 - റൂട്ട് 3 സം ഓഫ് റൂട്ട്സ് ആണ്. -2 റൂട്ട് 3 പ്രൊഡക്റ്റ് ഓഫ് റൂട്ട്സും ആണ്. 2 - റൂട്ട് 3 സം ഓഫ് റൂട്ട്സ് ആണ്. -2 റൂട്ട് 3 പ്രൊഡക്റ്റ് ഓഫ് റൂട്ട്സ് ആണ്. അപ്പൊ അത് വെരി ക്ലിയർ. റൂട്ട്സ് ഏതൊക്കെയാണ്? 2 - റൂട്ട് 3. അപ്പൊ റൂട്ട്സ് 2 - റൂട്ട് 3 ആണെന്നുള്ളത് വളരെ വ്യക്തമാണ്. 2 - റൂട്ട് 3 ആണ് ഈ ഇക്വേഷന്റെ റൂട്ട്സ്. ഈ ഇക്വേഷനിലെ വേരിയബിൾ എന്തായിരുന്നു? ഈ ഇക്വേഷൻ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്തിനുള്ളതായിരുന്നു? മോഡുലസ് റൂട്ട് എക്സ് മൈനസ് 3. അപ്പൊ അതിന് 2 റൂട്ട്സ് ആണുള്ളത്. റൂട്ട്സ് ഏതൊക്കെയാണ്? 2 - റൂട്ട് 3ഉം. പക്ഷെ ഇതിന് -റൂട്ട് 3 പോസിബിൾ അല്ല. കാരണം ഇതൊരു മോഡുലസിന്റെ വാല്യൂ ആണ്. അത് -റൂട്ട് 3 ആവാൻ പറ്റില്ല. അപ്പോ റൂട്ട് എക്സ് മൈനസ് 3ന്റെ മോഡുലസ് ഇസ് ഈക്വൽ ടു 2, വിച്ച് മീൻസ് റൂട്ട് എക്സ് മൈനസ് 3 ഈക്വൽ ടു 2 ഓർ റൂട്ട് എക്സ് മൈനസ് 3 ഈക്വൽ ടു -2, വിച്ച് മീൻസ് റൂട്ട് എക്സ് ഈക്വൽ ടു 5 അല്ലെങ്കിൽ റൂട്ട് എക്സ് ഈക്വൽ ടു 1. ഒന്നെങ്കിൽ റൂട്ട് എക്സ് 5 ആണ്, റൂട്ട് എക്സ് 1 ആണ്. അപ്പൊ എക്സ് എന്താവും? എക്സ് 25 ആണ്, അല്ലെങ്കിൽ എക്സ് ഈക്വൽ ടു 1 ആണ്. എക്സിന് 2 വാല്യൂസ് ആണുള്ളത്. അപ്പൊ ആ ഇക്വേഷന് 2 റൂട്ട്സ് ആണുള്ളത്, 25ഉം 1ഉം. ഇതിൽ ആദ്യമേ പറഞ്ഞിട്ടുണ്ട് ഇതിൽ ചെറുതാണ് ആൽഫ. അപ്പൊ ആൽഫ ഈക്വൽ ടു 1 ആണ്, ബീറ്റ 25 ആണ്. അങ്ങനെയാണെങ്കിൽ അത് വെച്ചിട്ട് കണ്ടത് എന്താണ്? റൂട്ട് ഓഫ് ബീറ്റ ബൈ ആൽഫ. റൂട്ട് ഓഫ് ബീറ്റ ബൈ ആൽഫ പ്ലസ് റൂട്ട് ഓഫ് ആൽഫ ബീറ്റ. റൂട്ട് ഓഫ് ബീറ്റ ബൈ ആൽഫ റൂട്ട് 25ഉം റൂട്ട് ഓഫ് ആൽഫ ബീറ്റ അതും റൂട്ട് 25. അപ്പൊ രണ്ടും കൂടി ആഡ് ചെയ്താൽ 10 ആണ് ആൻസർ. കൂടി ആഡ് ചെയ്താൽ 10 ആണ് ആൻസർ. ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ഓപ്ഷൻ 3 ആണ് ആൻസർ.